നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഓറസ് ലിമോസിൽ കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്ത് ഉത്തര കൊറിയൻ നേതാവായ കിം ജോങ് ഉന്നും റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിനും. ഇരു നേതാക്കളും കാറിൽ സഞ്ചരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ്. പുടിൻ പോങ്ക്യാങ്ങിൽ നടത്തിയ സന്ദർശനത്തിനിടെയാണ് ഇരുവരുടെയും യാത്ര. ഓറസ് ലിമോസ് വ്ളാഡിമിർ പുടിൻ കിമ്മിന് സമ്മാനമായി നൽകിയെന്നാണ് പുടിന്റെ സഹായികളിൽ ഒരാളായ ഒരു വ്യക്തി വാർത്താ ഏജൻസിയോട് പറഞ്ഞത്. നിലവിൽ കിമ്മിന്റെ കൈകളിൽ ഒരു മേക്ബാക്ക് ലിമോസിൽ നിരവധി മെഴ്സിഡസ്, ഒരു റോൾസ് റോയ്സ്, ഒരു ലെക്സസ് സ്പോർട്സ് യൂട്ടിലിറ്റി തുടങ്ങി ആഡംബര വിദേശ വാഹനങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട്. ഇരു രാജ്യങ്ങൾക്കും നിർണായകമായ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ 2000-ന് ശേഷം ആദ്യമായി പുടിൻ ഉത്തര കൊറിയ സന്ദർശിച്ചു. ഇരു രാജ്യങ്ങളും ആക്രമിക്കപ്പെട്ടാൽ ഉടനടി സൈനിക പിന്തുണ നൽകുമെന്ന് കരാറിൽ ഒപ്പുവെക്കാനാണ് പുടിൻ എത്തിയത്. പുടിൻ ഒരു പാർക്കിലൂടെ കിം ജോങ് ഉന്നുമായി ഡ്രൈവ് ചെയ്യുന്ന വീഡിയോയിൽ കാണുന്നുണ്ട്. അതേസമയം രണ്ടു നേതാക്കളും മനോഹരമായ സംഭാഷണം നടത്തുന്നതും ചിരിക്കുന്നതും കാണാം. കാറിൽ നിന്നിറങ്ങിയ ശേഷം പച്ചപ്പാൽ ചുറ്റപ്പെട്ട ഒരു ഫുട്പാത്തിലൂടെ അവർ തോളോട് തോൾ ചേർന്ന് നടക്കുന്നതും വീഡിയോയിൽ കാണാം. ഉത്തര കൊറിയയിൽ നിന്നുള്ള വേട്ടയാടൽ ഇനമായ 2 പുങ്സാൻ നായകളെയാണ് കിം ജോങ് പുടിന് സമ്മാനമായി നൽകിയത്. 2022 ഫെബ്രുവരിയിൽ 10,000-കണക്കിന് സൈനികരെ യുക്രൈനിലേക്ക് അയക്കാനുള്ള പുടിന്റെ തീരുമാനത്തെ തുടർന്ന് ചില ആഗോള വാഹന നിർമ്മാതാക്കൾ റഷ്യൻ വിപണിയിൽ നിന്ന് പിൻവാങ്ങിയതിനു ശേഷം നിഷ്ക്രിയമായി അവശേഷിക്കുന്ന കാർ ഫാക്ടറികൾ ഉപയോഗിക്കാനുള്ള വഴികൾ റഷ്യ തേടുന്നുണ്ട്. റഷ്യക്കെതിരെ ചുമത്തിയ പാശ്ചാത്യ ഉപരോധങ്ങൾ പുതിയ കാറുകളുടെ വില കുത്തനെ ഉയർത്താൻ കാരണമായിരുന്നു.